അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് അവിടെ നിൽക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. തന്നെയുമല്ല, ഇറാൻ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലുള്ള അസറ്റ്സും എല്ലാം ഇറാൻ ആക്രമിക്കുന്നു. പക്ഷെ ആ പ്രസ്താവന നമ്മൾ ഇത്തിരി കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അമേരിക്കൻ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസസ് മാത്രമല്ല, ഹോട്ടൽസ് അമേരിക്കൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ ബാങ്ക്സ്, അതൊന്ന്. പിന്നെ വേറൊന്നുള്ളത്, അമേരിക്ക ഇറാന്റെ ഡീസാലിനേഷൻ പ്ലാന്റിനെ പിടിച്ച് ആക്രമിച്ചു. അപ്പോൾ വാട്ടർ പമ്പിങ് സെക്ഷനായിരുന്നു. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? കുവൈറ്റിലെ ഡീസാലിനേഷൻ പ്ലാന്റിനെ ആക്രമിച്ചു. ഇത് വളരെ സീരിയസ് ആണ്. കാരണം കുവൈറ്റില് 90% അവരുടെ വെള്ളം കിട്ടുന്നത് ഡീസാലിനേഷൻ കൊണ്ടാണ്. മനസ്സിലായില്ലേ? അത് പൊതുവെ GCC അത് അങ്ങനെയാണത്. അപ്പോൾ ഇതിങ്ങനെ ബാധിക്കുമെന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു. പക്ഷേ അമേരിക്ക പിന്നെയും ആക്രമണം തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ എത്ര ദിവസമായി? 11 ദിവസമോ 12 ദിവസമൊക്കെ ആയി. ഇറാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് അവർ ചെയ്യുന്നത്. ഇതൊരു എസിമെട്രിക്കൽ വാർഫെയർ ആണ്. അപ്പോ അമേരിക്കയ്ക്ക് ഇറാനേക്കാളും എന്താ പറയുക, 100 കണക്കിന് ശക്തി കൂടുതലാണ്. മിലിറ്ററി, ഡിപ്ലോമാറ്റിക്, ക്ലൗട്ടും, GDP എല്ലാം. എന്നാലും അമേരിക്കയ്ക്ക് ഇറാനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ട്രംപ് മിലിറ്ററി ഭാഷയിൽ പറഞ്ഞാൽ ഈ യുദ്ധം അദ്ദേഹം തോറ്റു എന്നാണ് അമേരിക്കയിലുള്ള പലരും വിനിയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ട്രംപിന് ഇന്നോ നാളെയോ മറ്റന്നാളോ ഇറാനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടി വരും. അപ്പൊ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഓവർ പ്ലേ ഓഫ് ദ കാർഡ്സ് കൂടാതെ ട്രംപിനൊരു ഫേസ് സേവിങ് ഫോർമുല കൊടുക്കുന്നത് നന്നായിരിക്കും. എന്തായിരിക്കാം ആ ഫേസിങ് ഫോർമുല എന്ന് ചോദിച്ചാൽ, ഈ ന്യൂക്ലിയർ മാറ്റങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ സംസാരിക്കാമെന്ന് ഇറാൻ ഉറപ്പ് കൊടുക്കണം. അത് ഇറാൻ ചെയ്യൂലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ ഇറാൻ ചെസ്സാണ് കളിച്ചുകൊണ്ടിരുന്നത്, ട്രംപ് പോക്കറും. പക്ഷെ എതിരാളിയുടെ സ്ട്രാറ്റജി എപ്പോഴും നമുക്ക് ചിലപ്പോൾ ആശ്ലേഷിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇറാനും ഇപ്പൊ പോക്കർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല എന്താ പറയുക, ഒരു സൂചനയല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.